ഹലോ, നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് വീടെക് സൊല്യൂഷന്റെ ഒരു 5 കിലോവാട്ട് സോളാർ വെച്ച വൈസാറിന്റെ വീട്ടിലാണ്. സാറിന്റെ ഫസ്റ്റ് മന്ദത്തെ കറണ്ട് ബില്ല് വന്നു. സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 5 കിലോവാട്ടിന്റെ അദാനി മോണോപെർക്ക് ബൈഫേഷ്യൽ പാനലാണ്. ടോപ്പ് കോൺ പാനൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രീമിയം കസ്റ്റമറായ സാറിന്റെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയും ആ കറണ്ട് ബില്ല് നിങ്ങളെ കാണിക്കാനും എനർജി ചാർജ് വന്നിരിക്കുന്ന കുറവുകൾ അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. സാറിന്റെ കയ്യിൽ നമുക്കിപ്പോൾ ഇതിനെ റിവ്യൂ കേൾക്കാം. സാറിന് കിട്ടിയിരിക്കുന്ന എനർജി ചാർജസ് ഉള്ള റിഡക്ഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് സാറിന് കേൾക്കാം. സോളാർ സിസ്റ്റം സെറ്റ് ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ മാസത്തേക്ക് ഏതാണ്ട് 273 രൂപയും, രണ്ടാമത്തെ മാസത്തേക്ക് ഏതാണ്ട് 310 രൂപ വരെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ആവശ്യത്തിൽ അധികം പവർ കിട്ടുന്നുമുണ്ട്. അത് ലൈനിലേക്ക് കൂടുതൽ എനർജി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ PM സൂര്യഘർ പദ്ധതിയിലാണ് ഇത് ഇൻസ്റ്റാളേഷൻ വന്നിരിക്കുന്നത്. ചെയ്ത് 1 മാസത്തിനുള്ളിൽ തന്നെ സാറിന്റെ സബ്സിഡി സാറിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതുകൂടാതെ ഈ കഴിഞ്ഞ മാസം പകുതിയോടെ ചെയ്ത ഇതിൽ 150 യൂണിറ്റും ഈ ഒരു മാസം ഒരു 400 യൂണിറ്റ്, അങ്ങനെ 650ഓളം യൂണിറ്റ് സാറിന് ഇപ്പോൾ KSEBിൽ കിടപ്പുണ്ട്. അടുത്ത ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ അപേക്ഷ കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ പൈസ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അടുത്തായി നമുക്ക് സിസ്റ്റം ഒന്ന് വെള്ളിക്കറി കാണാം. നമ്മളൊരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് കറണ്ട് ചാർജ് മാത്രമല്ല പറയുന്നത്. സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ നമ്മുടെ കറണ്ട് ചാർജ് കണക്റ്റഡ് ലോഡിന്റെ മിനിമം, അതായത് ഡൊമസ്റ്റിക് കസ്റ്റമറിന് 100 രൂപ മാത്രമായിരിക്കും കറണ്ട് ചാർജ് വരുന്നത്. 3 ഫേസ് കസ്റ്റമർ ആണെങ്കിൽ 300 രൂപ മാത്രമായിരിക്കും കറണ്ട് വരുന്നത്. എത്ര ഉപയോഗിച്ചാലും, എത്ര അൺലിമിറ്റഡ് ആയിട്ട് 1, 2, 3 എത്ര AC ഉപയോഗിച്ചാലും 300 രൂപയായിരിക്കും കറണ്ട് ചാർജ് വരുന്നത്. സോളാർ വെക്കുന്നതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ചാർജ് കുറയുന്നത് മാത്രമല്ല, നമുക്ക് ഗ്യാസ് എടുക്കുന്ന ഒഴിവാക്കിക്കൊണ്ട് പാചകം പൂർണ്ണമായിട്ടും സോളാറിൽ നിൽക്കുന്ന വൈദ്യുതി വഴി ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യാം. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പെട്രോൾ എക്സ്പെൻസ് കട്ട് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഇലക്ട്രിക് വണ്ടികൾ ചാർജ് ചെയ്യുന്നത് വഴി ഈ 300 രൂപ മാസം അടക്കുന്നതിലൂടെ കറണ്ട് ചാർജ്, കുക്കിംഗ് ഗ്യാസ്, പെട്രോൾ എക്സ്പെൻസ് 3 ചിലവുകൾ, എനർജി ചാർജുകളെല്ലാം ഒരു സോളാറിലേക്ക് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു പ്രോജക്റ്റ് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ KSEBിയുള്ള എല്ലാ രജിസ്ട്രേഷനുകളും, ബാങ്ക് ലോണുകൾ, ബാങ്കിൽ നിന്ന് EMI സൗകര്യം ലഭ്യമാണ്. ആ ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾ, ഇൻസ്റ്റാളേഷൻ, കമ്മീഷനിങ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും, എല്ലാ മെനക്കെടുകളും ഉൾപ്പെടെയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. നിങ്ങൾ അതിനായി ഒരിക്കൽ പോലും ബാങ്കിലോ KSEBിലോ കയറേണ്ട ആവശ്യമില്ല. നമുക്ക് നിലവില് PM സൂര്യഘർ പദ്ധതിയിൽ 3 കിലോവാട്ട് സോളാർ ചെയ്യുന്നതിന് 2,50,000 രൂപയോളം വരും. നമുക്കതിനകത്ത് 75,000 രൂപ സബ്സിഡി, 78,000 രൂപ സബ്സിഡി കിട്ടുന്നുണ്ട്. 5 കിലോവാട്ട് ചെയ്യുമ്പോഴത്തേക്കും 3.5 ലക്ഷം രൂപയോളം നമുക്ക് ആവുന്നുണ്ട്. അതിൽ നമുക്ക് വിത്തിൻ 1 മന്ത്, 1 മാസത്തിനുള്ളിൽ തന്നെ സബ്സിഡി ക്രെഡിറ്റ് ആവുന്നുണ്ട്. 78,000 രൂപ സബ്സിഡി ക്രെഡിറ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ കറണ്ട് ബില്ല് എത്രയാണെന്ന് നോക്കുക. അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യയുണ്ട്. ചിലപ്പോൾ 2.5 3.5 ആ സംഖ്യ എത്രയാണോ അത്രയും കിലോവാട്ട് സോളാർ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കറണ്ട് ചാർജ് പൂർണ്ണമായിട്ട് 0 ആയിരിക്കും. പാചകവും അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ കണക്ക് കൂട്ടിക്കൊണ്ട് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ വരുന്ന 25 വർഷത്തേക്ക് യാതൊരു ചാർജുകളും നിങ്ങൾക്ക് വരുന്നതല്ല. പെട്രോൾ എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി ബില്ല്, കുക്കിംഗ് ഗ്യാസ്, ഇത് ഗ്യാരണ്ടിയാണ്. വീടെക് സൊല്യൂഷന്റെ ഗ്യാരണ്ടിയാണ്.